രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ രാജിവെച്ചേ തീരുവെന്ന നിലപാടിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. KPCC അധ്യക്ഷനെയും AICC നേതൃത്വത്തെയും രമേശ് ചെന്നിത്തല നിലപാടറിയിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബ്ദരേഖ ഗൗരവം വർദ്ധിപ്പിച്ചെന്നും കുറ്റാരോപിതരെ സംരക്ഷിക്കില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. രാഹുൽ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാൽ പാലക്കാട്ട് വൻ തിരിച്ചടി നേരിടുമെന്നും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. പാർട്ടിയിൽ രാജി ആവശ്യം ഉയർന്നതായി അറിയില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന് MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് പാർട്ടിയിലെ ഏതെങ്കിലും വിഭാഗം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ ആത്യന്തികമായ കാര്യങ്ങൾ KPCCയും KPCC പ്രസിഡന്റും പറയും. അത് പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പാർട്ടിക്ക് അതിൻ്റേതായ ആലോചനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാർട്ടി അത്തരത്തിലുള്ള തീരുമാനം ആവശ്യമായ ഘട്ടത്തിൽ എടുക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും അജണ്ട ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതനുസരിച്ച് പോകാൻ പറ്റില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഗൗരവം നോക്കി പാർട്ടി തീരുമാനമെടുക്കും. പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വസതിയിൽ തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും ഉമേഷ് ബാലകൃഷ്ണനും, പത്തനംതിട്ടയിൽ നിന്ന് രാഹുലിന്റെ വീടിന് സമീപത്ത് നിന്ന് AV ജയശങ്കറും ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഇപ്പോൾ ഈ MLA സ്ഥാനവും രാഹുൽ രാജിവെക്കണമെന്ന കടുത്ത നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം ഒന്നടങ്കം എത്തിച്ചേർന്നു കഴിഞ്ഞോ ഷഫീദ്? ഉറപ്പായിട്ടും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തലിനെ സംരക്ഷിച്ച് നിർത്തേണ്ടതില്ല, അതല്ലെങ്കിൽ ഈ വിവാദത്തിൽ കൂടുതൽ പ്രതിരോധം തീർക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം. കാരണം ആദ്യഘട്ടം ഈ വിവാദം ഉണ്ടാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ച ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരാലോചന. എന്നാൽ അതിനുശേഷം നടന്ന പുതിയ വെളിപ്പെടുത്തലുകൾ, പാർട്ടിക്ക് മുൻപിലേക്ക് എത്തിയ പരാതികൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗരവമായ ചില ശബ്ദരേഖകൾ കൂടി പുറത്തു വരുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഈ ഒരുപക്ഷെ കടുപ്പിച്ച CPM അല്ലെങ്കിൽ BJP ഈ വിഷയത്തിൽ രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഇത്രയധികം ആരോപണങ്ങൾ, ഇത്രയധികം വെളിപ്പെടുത്തലുകളടക്കം വന്നൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഷഫീദ് ഇടപെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം ഷഫീദ്. ഇപ്പോൾ വിനീത VG ഡൽഹിയിൽ നിന്നൊരു കാര്യം അറിയിക്കുന്നുണ്ട്. ഈ രാഹുലിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നതാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനെ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കുമെന്നതാണ്. അധികം വൈകാതെ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണമെന്ന് ഹൈക്കമാൻഡ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ, KPCC നേതൃത്വത്തെ അറിയിച്ചതായി വിനീത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷഫീദ്, ഉറപ്പായിട്ടും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ AICCയോട് പറഞ്ഞത് ഇനിയും ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ ഈ രീതിയിൽ കൊണ്ടുപോയാൽ അത് പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മൂന്നാമത് രമേശ് ചെന്നിത്തല, ഈ 3 പേരും ഇക്കാര്യത്തിൽ രാഹുലിനെ കൈവിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ച് മണിക്കൂറുകളായി നടക്കുന്ന കോൺഗ്രസിലെ ചർച്ചകളിൽ രമേശ് ചെന്നിത്തല ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനത്ത് ഇരുത്തരുത്, അതിരുത്തിയാൽ പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്ന നിലപാട് അത് AICC നേതൃത്വത്തെയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്ന ഒരു ആശങ്ക, ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയും അതിനുശേഷം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിയെ ബാധിക്കുമെന്നുള്ളതായിരുന്നു ആശങ്ക. എന്നാൽ ആ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. VD സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. ഘട്ടം ഘട്ടമായി രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ഘട്ടം ഘട്ടമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നുള്ളതാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അതിനുശേഷം അന്വേഷണ സമിതി അന്വേഷണം നടത്തുന്നു. അതിനൊടുവിൽ ഈ വിഷയത്തിൽ രാജി എന്നുള്ളത് പോയാൽ നവംബർ മാസം കഴിയും, നവംബറോട് അടുക്കും, നവംബർ ആ സമയമാകും. അപ്പോൾ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പക്ഷേ ചെന്നിത്തല വളരെ ഗൗരവമുള്ളൊരു വിഷയം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിതാണ്, അതായത് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് തന്നെ വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയായി മാറും. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനമെടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും AICC നേതൃത്വം അത് സംസ്ഥാന നേതൃത്വത്തിന് വിടുമ്പോൾ ഈ രീതി, ഈ ഒരു ടാക്ടിക്സ്
പോളിറ്റിക്സിലായിരിക്കും അവർ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കെ മുരളീധരനും അല്പസമയം മുൻപ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു ക്ഷീണം അത് ചെറുതല്ല, അത് രാഷ്ട്രീയമായി ഇനിയും ഉപയോഗിക്കപ്പെടും, കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും എന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. മുതിർന്ന എല്ലാ നേതാക്കളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിട്ടുണ്ട്. ഷാഫി പറമ്പിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ തൊട്ടും തൊടാതെയുമുള്ള ഒരു പ്രതികരണം ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് FIR ഇട്ട് ഇത്തരം ആരോപണങ്ങൾ FIR ഇട്ട് നിയമ നടപടികൾ നേരിടുന്ന MLA മാർ ഇപ്പോഴും നിയമസഭയിലുണ്ട്, പിന്നെ എന്തിന് തന്റെ രാജി എന്നുള്ളതാണ്. പക്ഷേ നേതാക്കൾ കൂട്ടമായി രാഹുലിനെ കൈവിട്ട സാഹചര്യത്തിൽ രാഹുൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ആ രാജി അതിന്റെ ഒരു നാൾ വഴി എങ്ങനെയായിരിക്കും, അതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളത് മാത്രമായിരിക്കും ഇനിയുള്ള ആകാംക്ഷ. ഇന്ന് ശരി, ഏതായാലും ഷഫീദ് തുടരുക. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ ഈ കെ മുരളീധരൻ സ്വീകരിച്ച നിലപാടുകൾ അത് രാഹുലിന് അനുകൂലമാണ് എന്നുള്ള തരത്തിൽ വിലയിരുത്തലുകളൊക്കെ വന്നതാണല്ലോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ തന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ ശബ്ദരേഖകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് ഗൗരവതരമാണ് എന്നുകൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാഹുലിനെ കൈവിടുന്നു കെ മുരളീധരൻ എന്നുകൂടി ഉറപ്പിക്കാമോ? ഉന്മേഷം ഉറപ്പിച്ച് തന്നെ പറയാം. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടായിരുന്നു കെ മുരളീധരൻ എടുത്തത്. പക്ഷേ സാഹചര്യം മാറി, അതിനുശേഷവും ശബ്ദരേഖകൾ പുറത്തു വന്നു, അത് ഗൗരവമുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഇനി താൻ ഈ ആവശ്യം, അതായത് മുകേഷ് അടക്കം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്നുള്ള ചോദ്യമായിരുന്നു ഇന്നലെ കെ മുരളീധരൻ ചോദിച്ചത്. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത്തരമൊരു ചോദ്യം താൻ ഉന്നയിക്കുന്നില്ല. അതിൽ തന്നെ എല്ലാം വ്യക്തമാണ്. ഉചിതമായ തീരുമാനം പാർട്ടി സ്വീകരിക്കും. പാർട്ടി ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും. രാജിവെക്കേണ്ടേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ്. അതേസമയം താൻ ഇന്നലെ പറഞ്ഞ മുകേഷ് അടക്കമുള്ളവർ രാജിവെച്ചില്ലല്ലോ എന്നുള്ള കാര്യം അതിനി പറയുന്നില്ല. അതായത് വ്യക്തമാണ്, കെ മുരളീധരൻ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിട്ടിരിക്കുന്നു. ഇനി അതായത് പൂർണ്ണമായി മുതിർന്ന നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടിരിക്കുന്നു. ഒപ്പം ആകെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഷാഫിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. ഷാഫി പോലും ഒരുപക്ഷെ ഇനി മൗനം തുടർന്ന് പോകാനുള്ള സാധ്യതയാണുള്ളത്. രാജി എപ്പോൾ എന്നുള്ള കാര്യം മാത്രം ഇനി നോക്കിയാൽ മതിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന നേതൃത്വം ആദ്യം കേന്ദ്ര നേതൃത്വത്തിന് ഈ രാജിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായി സംസ്ഥാന നേതാക്കൾ, മുതിർന്ന നേതാക്കൾ തന്നെ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ള വ്യക്തമായി തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എടുക്കാമെന്നുള്ള നിലപാട് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാജി ഇനി എപ്പോൾ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഉടൻ തന്നെ ഈ മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഇക്കാര്യങ്ങൾ പറയും എന്നുള്ള വിവരമാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഏതെങ്കിലും രീതിയിൽ രാജിവെക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു എതിർപ്പുകളോ മറ്റോ അറിയിച്ചു കഴിഞ്ഞാൽ തുടർ അച്ചടക്ക നടപടികളിലേക്ക് പോകാം എന്നുള്ള ആലോചന വരെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. എന്തായാലും പൂർണ്ണമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിരിക്കുന്നു. തുടരെ നിരന്തരമായ വെളിപ്പെടുത്തലുകൾ വരുന്നു. നേതാക്കളെ ഈ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസിലെ മുതിർന്ന സ്ത്രീകളടക്കമുള്ളവർ ചില വിവരങ്ങൾ, ചില പരാതികൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് വിളിച്ചറിയിക്കുന്നു എന്നാണ് വിവരം. അതേ രീതിയിൽ ഓരോ ദിവസം കഴിയുന്തോറും പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കെ മുരളീധരൻ അടക്കം പറഞ്ഞതുപോലെ എഴുതി കൊടുത്ത പരാതിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് നേരിട്ട് നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു വസ്തുത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാജിവെക്കുക, കാരണം MLA സ്ഥാനം രാജിവെക്കുമ്പോൾ നേരിട്ട് സ്പീക്കറെ കണ്ട് രാജി എഴുതി നൽകുക എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് രാജി ഉണ്ടാവില്ല, വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കാം. അത് വർക്കിംഗ് ഡേയിൽ ഒരു ദിവസം, നാളെയോ മറ്റന്നാളോ എല്ലാം നമുക്ക് ഇത് മുന്നിൽ കാണേണ്ടി വരും. എന്തായാലും സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി കൈവിട്ടു. അതുകൂടാതെ നിലവിൽ അതായത് പാലക്കാട് ഉടൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ളൊരു ആശങ്ക നേതാക്കൾ കൈവിട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുകയാണ്. എന്താണ് രാഹുലിന്റെ നിലപാടെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം ഹൈക്കമാൻഡ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്ന സന്ദേശം എന്ത് എന്നതുകൂടി പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.